താരങ്ങളാണ് ബിഗ് ബോസിന്റെ. ഒന്നിങ്ങോട്ട് വെക്കുക. റെഡി താരങ്ങളാണ് ബിഗ് ബോസിന്റെ. ഒന്നിങ്ങോട്ട് വെക്കുക. റെഡി അപ്പോൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വർണ്ണ വ്യാപാര ശൃംഖലയാണ് മലബാർ ഗോൾഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്ഥാപകരിൽ ഒരാളായ നമ്മുടെ ഫൈസൽ AK മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചടങ്ങ് തന്നെ അദ്ദേഹം സംഘടിപ്പിക്കുകയുണ്ടായി. വലിയ ഒരു താരനിര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിനിമാ മേഖലയിൽ നിന്നും സംവിധാന മേഖലയിൽ നിന്നും അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിൽ നിന്നായാലും എല്ലാവരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഒരുപാട്, ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് വരെ അദ്ദേഹം നടത്തുകയുണ്ടായി. ഭിന്നശേഷിക്കാരായ ഒരു മകന്റെ കല്യാണം വരെ അദ്ദേഹം നടത്തിക്കൊടുത്തു. അതെല്ലാം നല്ല കാര്യമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിളും ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിന് താഴെ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് നമ്മുടെ ഫൈസൽക്കായെ തേടി എത്തിയത് എന്നുള്ളതാണ്. ഇത്രയും വലിയ നല്ല ഒരു ചടങ്ങിലേക്ക് മാതാപിതാക്കളെ ധിക്കരിച്ച് സമൂഹം അംഗീകരിക്കാത്ത ഇത്തരം കപ്പിൾസിനെ നിങ്ങൾ എന്തിനാണ് അവിടത്തേക്ക് സ്വീകരിച്ച് വരുത്തിയത് എന്ന രീതിയിലുള്ള വ്യാപകമായ വിമർശനത്തെ തുടർന്ന് അർദ്ധരാത്രി 12 മണിക്ക് നമ്മുടെ മലബാർ ഗോൾഡിന്റെ സ്ഥാപകർ ഒരാളായ ഫൈസലിക്ക ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരികയാണ്. അദ്ദേഹത്തെ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം പങ്കുവെച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമം വ്യാപകമായ ചർച്ചയായിരിക്കുകയാണ്. വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ആ പോസ്റ്റ് എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് നോക്കാം. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റ് ഇപ്രകാരമാണ്: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതൊക്കെ ശരിയാണ്. എല്ലാവരെയും അദ്ദേഹം ചേർത്ത് പിടിക്കുക തന്നെ വേണം. എന്നാൽ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എൻ്റെ മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമങ്ങൾ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഫൈസൽ AK മലബാർ. ഇതാണ് അദ്ദേഹം ഇന്നലെ രാത്രി 12 മണിക്ക് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മുൻകൂട്ടിയുള്ള അറിവോട് കൂടിയല്ല ഇവർ ആ ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. യാതൊരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി കൂടാതെ അദ്ദേഹത്തിൻ്റെ PR ടീമാണ് ഈ സദസ്സിലേക്ക് എല്ലാവരെയും ക്ഷണനം അയച്ചതും അതുപോലെ തന്നെ ക്ഷണക്കത്തും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡും എല്ലാം കൊടുത്തതും വിളിച്ചതും എല്ലാം അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചു കാണും, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ആൾക്കാരെ പങ്കെടുപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും അവർ ആ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഇവർ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, ഇവർ ഇത്ര മോശപ്പെട്ട ക്യാരക്ടർ എന്നുള്ളതല്ല. നമ്മളൊരു പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം ഇത്തരം ഒരു പോസ്റ്റിലൂടെ അവരെ സമൂഹ മാധ്യമങ്ങൾ ശരിക്കും അവമതിപ്പുണ്ടാക്കി അല്ലെങ്കിൽ അവരെ അവഗണിച്ചു അല്ലെങ്കിൽ അവർക്ക് മോശം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഇവരെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഫൈസൽ ഖാനോട് നമുക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്, അദ്ദേഹം ഈ ചെയ്തത് ഒരു തെറ്റായിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം ആലോചിക്കണമായിരുന്നു. ഇത്തരം ആൾക്കാരെ സമൂഹ മാധ്യമങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എന്താണ് പ്രിവിലേജ്, എന്ത് പ്രിവിലേജാണ് അവർ സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, എന്ത് തെറ്റായ മറുപടിയിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതൊക്കെ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ പുതുതലമുറയും കണ്ടു പഠിക്കാനും അതുപോലെ തന്നെ തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. നമുക്ക് ഈ കയറി വരുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫൈസലിക്ക അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു അന്താളിപ്പ് അദ്ദേഹത്തിൻ്റെ മുഖത്തേ ഉണ്ട്. പക്ഷേ വന്ന സ്ഥിതിക്ക് അദ്ദേഹം കൈകൊടുക്കുന്നു, സ്വീകരിക്കുന്നു എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം കടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ
ഇദ്ദേഹത്തിന് ക്ഷണനം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച. പക്ഷേ ക്ഷണനം കിട്ടി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അവരുടെ സുഹൃത്ത് തന്നെയായ റസ്മിൻ എന്ന് പറയുന്ന കൂട്ടുകാരി പങ്കുവെച്ച ഒരു വീഡിയോ നമുക്കതുകൂടി ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റസ്മിൻ. ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു. വേറെ ഒന്നുമല്ല, ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ, എന്റെ സീസണിലുണ്ടായിരുന്ന നോറ, അതുപോലെ ഈ സീസൺ 7 ആദില നൂറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫൈസൽക്കാട് ഹൗസ് വാമിങ്ങിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷനൊക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാള് ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെ അല്ല, എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഭയങ്കര സങ്കടം. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല, അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ്, അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യണ്ടേ? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ, മരിക്കണം? വീട്ടുകാർ കൊല്ലുന്നു പറഞ്ഞു. സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് രണ്ടുപേരുടെയും ജീവിതം തൊലച്ച് നടക്കണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട്. ഫൈസൽക്കാരുടെ അടുത്ത് നിന്നും ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇനി എനിക്ക് നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ഒരാളും അല്ല. പക്ഷെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് അവരുടെ നമ്പർ വാങ്ങിയതിന് ശേഷമാണ് അവർക്ക് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണനവും കിട്ടിയത് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തതും വളരെ ആഘോഷപരമായ പരിപാടിയിലേക്ക് വരെ പങ്കെടുപ്പിച്ചതും എല്ലാം ഇവർ ഒന്നിച്ചാണ് അവിടത്തേക്ക് പോയത് എന്നും എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാളെ ഇവർക്ക് വിട്ടുകൊടുത്തു. എല്ലാ ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് വളരെ സുഖപ്രദമായ രീതിയിലാണ് അവർ തിരിച്ചു പോകുന്നത്. അതിനുശേഷം ഇത്തരം ഒരു പോസ്റ്റിലൂടെ അവരെ അപമാനിച്ചത് ശരിയായില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്ര മോശപ്പെട്ട ക്യാരക്ടർ ആണ് എന്നുണ്ടെങ്കിലും ഇത്തരം ഒരു പരിപാടിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് പറഞ്ഞതിന് ശേഷമുള്ള ഇത്തരം ഒരു പ്രഖ്യാപനം, അല്ലെ ഇത്തരം ഒരു പോസ്റ്റ് അവർക്ക് വളരെ രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് അവരെ തള്ളിയിട്ടു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇതിനെ അനുകൂലിച്ച് ഒരു കൂട്ടരും അതുപോലെ തന്നെ പ്രതികൂലിച്ച് മറ്റൊരു കൂട്ടരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഇത്തരം നല്ല ബറക്കത്തുള്ള ഒരു പരിപാടിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ആ വീടിന്റെ ബറക്കത്ത് വരെ ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചു, അവരെ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രതികരണം ഫൈസൽക്കാ പോലുള്ള വലിയൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് മറ്റൊരു കൂട്ടരും വാദിക്കുകയാണ്. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ രണ്ട് കൂട്ടരും ചേർന്നുകൊണ്ട് ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് തന്നെയാണ് ലക്ഷ്മി ഇതിന്റെ മുന്നേ ബിഗ് ബോസിലുള്ള ഒരു സഹമത്സരാർത്ഥി തന്നെ പറഞ്ഞത്. ഇത്തരം ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയതിനു ശേഷം മോഹൻലാലുമായി ഏറ്റുമുട്ടുന്നത് വരെ നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടതാണ്. അന്ന് സമൂഹം ഇത് ഒരുപാട് ചർച്ച ചെയ്തു. ഇത്തരം ക്യാരക്ടറിനെ യാതൊരു കാരണവശാലും കേരള സമൂഹം അംഗീകരിക്കുകയില്ല എന്നുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇവർ കേരളത്തിന്റെ അല്ലെങ്കിൽ കേരള സമൂഹത്തിന്റെ, നമ്മുടെ ഒരു സമൂഹത്തിന് ഒരു ഐക്യവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു മാതൃകയും ഒരു രീതികളും എല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങൾ വിട്ടുകൊണ്ട് കേരള സമൂഹം ഇത്തരം കാര്യങ്ങളെ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്നുള്ളതിന്റെ തുറന്ന ഒരു കത്താണ് ഇത്. തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളുടെ അദ്ദേഹം ഇത്തരം ഒരു പോസ്റ്റ് ഇറക്കിയതിനോട് ഞാൻ മാനസികമായിട്ട് യോജിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇതിനെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. കാരണം അവിടെ വന്നു, അവിടെ സ്വീകരണം കൊടുത്തു, അതിനുശേഷം ഭക്ഷണം കൊടുത്തു, അവരെ സ്വീകരിക്കുന്നു, അവർക്ക് മയക്ക് കൊടുക്കുന്നു, പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇറക്കുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല. അത് ശരിക്കും അവരെ ഒരു അപമതിപ്പ് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ
ഇവർക്ക് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് ഇല്ല എന്നുള്ളത് അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. സമൂഹം ഇവരെ ആദരിക്കാനും അതുപോലെ തന്നെ പരിഗണിക്കാനും പോകുന്നില്ല. കാരണം ഇത്തരം ചേഷ്ടകളിലേക്ക് ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഫൈസൽ ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം സമൂഹം അതിനെ എതിർക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നൂറുകണക്കിന് മെസ്സേജുകളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വരുന്നത്. കാരണം അത്തരം നല്ല ചടങ്ങുകളിലേക്ക് സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ താറടിച്ച് കാണിക്കുന്ന ചില സമ്പ്രദായങ്ങൾ, ഇവരുടെ ഇന്റർവ്യൂകളും അതുപോലെ തന്നെ ഇവരുടെ പോസ്റ്റുകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാതാപിതാക്കളെ അത്രയ്ക്ക് മോശകരമായ രീതിയിലാണ് രണ്ടുപേരും ചിത്രീകരിച്ച് വെക്കുന്നതും ഇനി ചിത്രീകരിക്കാൻ പോകുന്നതും. അത്തരം ആൾക്കാരെ തീർച്ചയായിട്ടും അത്തരം ഒരു സ്വകാര്യ പരിപാടി, അത്തരം നല്ല പരിപാടികളിലേക്കൊന്നും ക്ഷണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും മെസ്സേജുകളായിട്ടും കമന്റുകളായിട്ടും രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. തീർച്ചയായിട്ടും ഇനിയുള്ള കാര്യങ്ങൾ കേരള സമൂഹം നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇത്തരം കുട്ടികൾക്കുള്ള ഒരു വാണിംഗ് ആണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ തന്നെ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും മോശകരമായി ചിത്രീകരിച്ചും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു കാരണവശാലും അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളിലേക്കൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പക്ഷേ സ്വീകരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കണം, ഇത്തരം ആൾക്കാർ വന്നാൽ എന്തായിരിക്കും സമൂഹം പ്രതികരിക്കുക എന്നൊക്കെ. എല്ലാം വന്ന് കഴിഞ്ഞ് എല്ലാവരും പങ്കെടുത്ത് പരിപാടിയും കഴിഞ്ഞ് പോയതിനു ശേഷം ഇത്തരം ഒരു പോസ്റ്റിലൂടെ അപമാനിക്കുക എന്ന് പറയുന്നതിനോട് തീർച്ചയായിട്ടും നമുക്കും യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് മോശകരമായ ഒരു പരിപാടിയായി പോയി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫൈസൽ ഖാൻ തീർച്ചയായിട്ടും ആ പോസ്റ്റ് ഏതായാലും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് നല്ല ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയിലും അതുപോലെ തന്നെ മറ്റ് എല്ലാ മേഖലയിലും പെട്ട 10,000-കണക്കിന് ആൾക്കാർ ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ആദില നൂറ എന്ന് മാത്രമല്ല, സംവിധായകരായാലും അതുപോലെ തന്നെ സിനിമാ മേഖല പ്രവർത്തിക്കുന്ന 100-കണക്കിന് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖല പങ്കെടുക്കുന്ന 1000-കണക്കിന് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഫംഗ്ഷനായിരുന്നു അവിടെ നടന്നത്. തീർച്ചയായിട്ടും ആ ഫംഗ്ഷനിൽ അപമതിപ്പുണ്ടാക്കുന്ന ചെറിയ ഒരു പ്രശ്നമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പേർ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങൾ ഇനിയുമുള്ള ഒരുപാട് പരിപാടികൾ കേരളത്തിൽ നടക്കാനുണ്ട്. അത്തരം പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.